ഇനി 13-ാമത്തേത് അത്തഖ്സീറു ഫീ ഖിദ്മത്തി സൗജ്, ഭർത്താക്കന്മാരോട് ചെയ്യുന്ന ഖിദ്മത്തിലുള്ള കുറവ്. ഭർത്താക്കന്മാര് ഖിദ്മത്ത് എന്ന് പറഞ്ഞാൽ സേവനങ്ങൾ, അതിലുള്ള കുറവ്. ചില ഭാര്യമാർ ഭർത്താക്കന്മാരോട് ചെയ്യുന്ന ഖിദ്മത്തുകളിൽ വളരെ വലിയ കുറവ് വരുത്തുന്നത് കാണാൻ സാധിക്കും. അതായത് അവർക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കുന്നതിൽ, അവർക്ക് വേണ്ടി പിന്നെ അതുപോലെ അവരുടെ വസ്ത്രങ്ങൾ വൃത്തിയാക്കുന്നതിൽ, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതിൽ, മക്കളെ വളർത്തുന്നതിൽ, അതുപോലെയുള്ള കാര്യങ്ങൾ, അതിഥികളെ സൽക്കരിക്കുമ്പോൾ അതിനുവേണ്ടി ഒരുക്കുന്നതിൽ ചില കുടുംബങ്ങളിൽ ഭർത്താക്കന്മാർ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുക. അവര് വസ്ത്രം സ്ഥിരമായിട്ട് ഈ പിന്നെ വാഷിംഗ് ചെയ്യുന്ന ആളുകളിലേക്ക് കൊടുക്കുന്ന അവസ്ഥ, ഏതെങ്കിലും അതിഥികളെ സൽക്കരിക്കണമെങ്കിൽ എപ്പോഴും പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങേണ്ട അവസ്ഥ, വീട് വൃത്തിയാക്കാൻ ഒരു വൃത്തിയുമില്ലാത്ത അവസ്ഥ, അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഓരോ ഭർത്താക്കന്മാരെ കാണാം. എപ്പോഴെങ്കിലും ഒരു ആവശ്യത്തിന് ബുദ്ധിമുട്ട്, കുറെ ജോലി ബുദ്ധിമുട്ട് ഭാരമാവുമ്പോൾ അവസ്ഥയല്ല. ചില ഭാര്യമാർ എപ്പോഴും വീട്ടിൽ ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവരണം, എനിക്ക് ഉണ്ടാക്കാൻ വയ്യ, എനിക്ക് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ വീട് വൃത്തിയാക്കാൻ അലങ്കോലമായിട്ടിടുന്ന അവസ്ഥ. അങ്ങനെ ഒരു ശ്രദ്ധയുമില്ലാത്ത ചില ഭാര്യമാർ, ഭർത്താവിന് വേണ്ടി ഒരു ഖിദ്മത്തും ചെയ്യാൻ തയ്യാറാവാത്ത, മക്കളെ വളർത്തുന്നതിൽ ഒരു ശ്രദ്ധയുമില്ലാത്ത, അങ്ങനെ പല രീതിയിൽ നിൽക്കുന്ന ചില ഭാര്യമാരെ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഹുസൈൻ ഇബ്നു മുഹ്സിൻ റളിയല്ലാഹു അൻഹയുടെ അമ്മത്ത്, പിതൃ സഹോദരി, റസൂലുള്ളാഹിയോട് ഒരു കാര്യം ചോദിക്കാൻ വന്നു. അങ്ങനെ ആ സ്ത്രീയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അദാതു ബഅലിൻ അല്ലെങ്കിൽ അദാതു സൗജിൻ അൻതി, നിനക്ക് ഭർത്താവുണ്ടോ? അപ്പൊ സ്ത്രീ പറഞ്ഞു നഅം. അപ്പൊ ചോദിച്ചു കൈഫ അൻതി ലഹു, അവന് നീ എങ്ങനെയാണ് ചോദിച്ചു. അപ്പൊ സ്ത്രീ പറഞ്ഞു ഖാലത് മാ ആലൂഹു ഇല്ലാ മാ അജിസ്തു അൻ, ഞാൻ ഭർത്താവിന് വേണ്ടിയൊക്കെ ചെയ്യാറുണ്ട്, എനിക്ക് വയ്യാതാവുമ്പോ, എനിക്ക് ദുർബലമാകുമ്പോ അല്ലാതെ ബാക്കിയൊക്കെ ഭർത്താവിനോടുള്ള കടമ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. ഇനി അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക്, സഹോദരിമാരെ, ഈമാനുള്ളവരെ, നിങ്ങൾ ഹൃദയത്തിൽ ഇത് കുറിച്ചു വെക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫംദുരി ഐന അൻതി മിൻഹു ഇന്നമാ ഹുവ ജന്നതുകി വനാറുകി, നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ എങ്ങനെയാണ് അവരോട് എന്നുള്ളത്, ഭർത്താക്കന്മാരോട് എങ്ങനെയാണെന്നുള്ളത്. കാരണം നിങ്ങളുടെ സ്വർഗവും നിങ്ങളുടെ നരകവും അവനാണ് എന്നുള്ളത്, നിങ്ങളുടെ ഭർത്താവാണ് എന്നുള്ളത്. എത്ര വലിയ ഒരു സ്ത്രീ, ഒരു ഭാര്യ എത്ര ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസാണ് അവരുടെ ഹൃദയത്തിൽ. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീക്ക് ഭർത്താവിനോടുള്ള ഹക്ക്, പുരുഷന്റെ ഭർത്താവിന്റെ ശരീരത്തിൽ മൊത്തം രക്തവും ചലവും പൊട്ടിയൊലിക്കുന്ന ഒരു മുറിയുണ്ടാവുകയും സ്ത്രീ തന്റെ നാവുകൊണ്ട് അത് തുടച്ച് വൃത്തിയാക്കുകയും ചെയ്താൽ പോലും ഭർത്താവിനോടുള്ള ഹക്ക് വീട്ടിൽ തീരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസാണ്, ഭർത്താവിനോടുള്ള ഹക്ക് അവിടെ വീട്ടിൽ തീരുന്നില്ല എന്നുള്ളത്. ഇവിടെ ഓരോരുത്തരോടുള്ള ഹക്ക് തീരുമാനിച്ചു തരുന്നത്. ഇപ്പൊ ചില സ്ത്രീകൾക്ക് തോന്നാം, ഇതെന്തിനാ ഇത്ര വലിയ ഹക്ക് ഭർത്താവിനോടുള്ളത്? ഹക്ക് തീരുമാനിക്കുന്നതും വെക്കുന്നതും ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഉമ്മാനോട് ഉപ്പാനോട് നമുക്ക് ഹക്ക് പറഞ്ഞിട്ടുണ്ട്, അത് അള്ളയാണ്. ഭർത്താവിനോട്, ഭാര്യയോട്, മക്കളോട്, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പന അനുസരിച്ച്. കാരണം നമ്മളിവിടെ ജീവിക്കുന്ന അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാനാണ്. എത്രയോ ആളുകൾ മാതാപിതാക്കൾ ജനിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ മരണപ്പെട്ട്, അവർക്ക് മാതാപിതാക്കളോടുള്ള ഹക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം മാതാപിതാക്കളില്ല. ചില ആളുകൾ വിവാഹം കഴിഞ്ഞ് മക്കൾ ഉണ്ടാവുന്നില്ല, മക്കളോടുള്ള ഹക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ചില ആളുകൾക്ക് വിവാഹം നടക്കുന്നില്ല. അങ്ങനെ പല അവസ്ഥകളുണ്ടാവും. എന്നാൽ നമുക്ക് ലഭിച്ച ബന്ധങ്ങളിൽ ഹക്ക്, അത് അല്ലാഹുവും റസൂലും എന്ത് പറഞ്ഞോ അത് ജീവിതത്തിൽ പകർത്തുക. വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. മറ്റൊരു ഹദീസ്, സഹോദരിമാർ ചിന്തിക്കേണ്ട ഒരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ കുൻതു ആമിറൻ അഹദൻ അൻ യസ്ജുദ ലിഅഹദിൻ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലിസൗജിഹാ. റസൂലിന് സുജൂദ് ചെയ്യട്ടെ എന്ന് സഹാബാക്കൾ വന്ന് ചോദിച്ചു. മറ്റുള്ള നാടുകളിലൊക്കെ രാജാക്കന്മാർക്ക് അവിടുത്തെ ആളുകളൊക്കെ സുജൂദ് ചെയ്യാണ്. അപ്പൊ റസൂലിന് ഞങ്ങൾ സുജൂദ് ചെയ്യട്ടെ എന്നുള്ള അവസ്ഥ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരോടെങ്കിലും ഞാൻ വേറൊരാൾക്കൊരു മനുഷ്യന് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എങ്കിൽ അതൊരു സ്ത്രീയോട് അവളുടെ ഭർത്താവിനോട് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു. പക്ഷെ അത് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ അതിനുവേണ്ടി ഞാൻ കൽപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് സഹോദരിമാരെ, ഭർത്താവിന് ഖിദ്മത്ത് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഗൗരവത്തിൽ, അതിനുള്ള ദലീലുകളാണ് നാം ഈ പറഞ്ഞത് ഓരോന്നും. ഒരു സ്ത്രീ നാളെ ഭർത്താവിന്റെ കുടുംബത്തെയും മക്കളെയും, അത് ഭർത്താവിന്റെ വീടിനെയും മക്കളെയും സംബന്ധിച്ച് നാളെ പരലോകത്ത് ചോദിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി ഇതിന്റെ ഹുക്മ്, ഭർത്താവിന് ഖിദ്മത്ത് ചെയ്യുന്നതിന്റെ ഹുക്മ്, ചില ഉലമാക്കൾ പറഞ്ഞു അത് നിർബന്ധമല്ല, അത് നിർബന്ധമുള്ള കാര്യമല്ല എന്നുള്ളത് പല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു,
ലാ തജിബുൽ ഖിദ്മ എന്നുള്ള വഹാദൽ ഖൗലു ദഈഫുൻ കദഈഫി മൻ ഖാല ലാ തജിബു അലൈഹി അൽ അശ്റത വൽ വത്. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ലൊരു ബന്ധമോ ലൈംഗിക ബന്ധം പോലും വേണ്ട എന്ന് പറയുന്ന പോലെ ദഈഫായ ഒരു അഭിപ്രായമാണ് ഭാര്യയ്ക്ക് ഭർത്താവിനോട് ഖിദ്മത്ത് ചെയ്യൽ നിർബന്ധമല്ല എന്നുള്ളത്. എന്നാൽ ശരിയായ അഭിപ്രായം വുജൂബുൽ ഖിദ്മ, ഖിദ്മത്ത് ചെയ്യൽ നിർബന്ധമാണ്. കാരണം ഭാര്യയുടെ യജമാനനാണ് ഭർത്താവ് എന്നുള്ളത്, അതുകൊണ്ട് തന്നെ നിർബന്ധമായി പാലിക്കുക എന്നുള്ളത്. ഇനി ആ ഖിദ്മത്ത് അത് ഉർഫ് അനുസരിച്ചിട്ടാണ്. അതായത് ഒരു നാടിന്റെ എന്താണോ ഒരു മര്യാദമായ നിലക്കുള്ള ഖിദ്മത്ത് അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടണം കഷ്ടപ്പെടണം എന്നുള്ളതല്ല. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് പറഞ്ഞു വരുന്നത് അരിജാലു ഖവ്വാമൂന അലൻ നിസ, അത് പറഞ്ഞല്ലോ സ്ത്രീകളുടെ മേലെ ഖവ്വാമത്തുള്ളത് പുരുഷന്മാർക്കാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ ബീവി നാളെ സ്വർഗത്തിലെ സ്ത്രീകളുടെ സയ്യിദത്താണ്, നേതാവാണ്. മറിയം ബിൻത് ഇമ്രാൻ ഒഴികെ, മറിയം ബീവിയുടെ ഒഴികെ ബാക്കി എല്ലാ സ്ത്രീകളെയും നേതാവാണ്. ആ ഫാത്തിമ ബീവി അലൈഹിസ്സലാം ഭർത്താവിന്റെ വീട്ടുജോലികൾ ചെയ്ത് ബുദ്ധിമുട്ടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജോലിക്കാരനെ കിട്ടുക ചോദിച്ചു വരുന്നത്. അതേ സമയത്ത് അസ്മാ റളിയല്ലാഹു അൻഹ, ആയിഷ ബീവിയുടെ സഹോദരി, സുബൈർ റളിയല്ലാഹുവിന്റെ ഭാര്യ, ഭർത്താവിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്നതിൽ കഷ്ടപ്പെട്ട് തലയിൽ ചുമടേറ്റി നടക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഇതെല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്, അഷ്റഫു നിസാ റളിയല്ലാഹു അൻഹ അഷ്റഫു നിസാഇൽ ആലമീൻ. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്, ഫഹാദിഹി അഷ്റഫു നിസാഇൽ ആലമീൻ കാനത് തഖ്ദമു സൗജഹ. സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ഫാത്തിമ ബീവി ഭർത്താവിന് ഖിദ്മത്ത് ചെയ്യാറുണ്ടായിരുന്നു. എന്നിട്ട് ഖിദ്മത്ത് ചെയ്ത് ബുദ്ധിമുട്ട് റസൂലുള്ളാഹിനോട് പറയുമ്പോ ഭർത്താവിനോട് ഖിദ്മത്ത് കണക്കൊന്നുമില്ല, ചെയ്യേണ്ടെന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതൊരു സ്ത്രീക്കും ഭർത്താവിന് ഖിദ്മത്ത് ചെയ്യുക എന്നുള്ളത് അത് വാജിബാണ് ബിൽ മഅറൂഫ്, ഉർഫ് അനുസരിച്ചിട്ട് ഏറ്റവും മാന്യമായ രീതിയിൽ ഇഹ്സാൻ ചെയ്യുക എന്നുള്ളത്. ഇതേ സമയത്ത് ഭർത്താക്കന്മാരോട് പറഞ്ഞ അതേ വിഷയം ഒന്നുകൂടിയും പറയാണ്, ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് പൂർണ്ണ കടമയും ജോലിയും ചെയ്യുന്ന വെറുതെ ഇരിക്കേണ്ടവരല്ല. ഭാര്യമാരെ സഹായിക്കാൻ കഴിയുന്ന മേഖലയിൽ സഹായിക്കുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുക. നാം ആ വിഷയം പറഞ്ഞതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ എന്തായിരുന്നു ചെയ്യാറ് എന്ന് ചോദിച്ചപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, ഭാര്യമാരെ സഹായിക്കും, വീട്ടിലെ ജോലികൾ. ചില ഹദീസുകൾ റസൂലുള്ളാഹിന്റെ വസ്ത്രം റസൂലുള്ള അലക്കും, അതുപോലെ ആടിനെ കറക്കും, അതുപോലെയുള്ള മനുഷ്യർ ചെയ്യുന്ന സഹായങ്ങൾ, പാത്രങ്ങൾ കഴുകുന്ന, അതുപോലെ ഓരോ സഹായങ്ങൾ ഭാര്യയ്ക്ക് കൂടുതൽ ജോലി വരുമ്പോൾ ഭർത്താക്കന്മാർ സഹായിക്കുകയും വേണം എന്നുള്ളത്.